നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ഈ അടുത്ത ദിവസം ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തി എന്ന് പറയുന്നു. സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് ചാനൽ പറയുന്നത്. എന്താണെങ്കിലും ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം മുതൽക്കേ ഒരുപാട് വാർത്തകൾ ബാലചന്ദ്രകുമാറിന്റെ പക്കൽ നിന്നാണെങ്കിലും അതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചില വാർത്തകളാണെങ്കിലും അതുമൊക്കെ വളരെ നല്ല രീതിയിൽ ചാനലിലേക്ക് കൊണ്ടുവന്ന ഒരു റിപ്പോർട്ടറാണ് ആർ റോഷിപാൽ. റിപ്പോർട്ടർ ചാനലിന്റെ സീനിയർ റിപ്പോർട്ടർ കൂടിയാണ്. പക്ഷെ റോഷിപാലിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു വാർത്ത പ്രതീക്ഷിച്ചില്ല. സ്റ്റിംഗ് ഓപ്പറേഷൻ റോഷിപാൽ ഇതേവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഇങ്ങനെയല്ല റോഷിപാലും അതുപോലെ ഇത് കൊട്ടിഘോഷിച്ച റിപ്പോർട്ടർ ചാനലിന്റെ മാന്യ ദേഹങ്ങളോട് പറയാനുള്ളത്. ഇത് മുട്ടിൽ മരമറി പോലെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുട്ടിൽ മരമുറി കേസിലെ പ്രതികളൊക്കെ തന്നെയാണല്ലോ ആ ചാനലിലെ മുതലാളിമാരും. അപ്പൊ സംശയത്തിന് മൂർച്ച കൂടാം. ഇനി അതുമല്ല, ഒരു സ്ട്രിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുള്ള ഈ നാട്ടിൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ രണ്ടുപേരും, റോഷി ആദ്യം പറഞ്ഞത് കാടിന് നടുവിലൂടെ കത്തി കാട്ടിക്കൊണ്ടുപോയി ജീവൻ മുൾമുനയിലായിരുന്നു, എൻ്റെ ജീവിതമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. പിന്നെ ഒരു ഇന്റർവ്യൂവിലൊക്കെ പറയുകയും ചെയ്തത്. പക്ഷേ നല്ല തിരക്കുള്ള റോഡിന്റെ അടുത്ത് ഒരു ആൽത്തറയിലിരുന്ന് സംസാരിക്കുമ്പോൾ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി മൂന്നാമതൊരാൾ ഷൂട്ട് ചെയ്യും. ആ മൂന്നാമൻ ഒന്നുകിൽ വണ്ടിക്കകത്താകാം, ഇല്ലെങ്കിൽ വെളിയിലാകാം. ഈ പൾസർ സുനി 2-3 തവണ അങ്ങോട്ട് നോക്കുന്നുമുണ്ട്, വളരെ വ്യക്തമായി അത് പറയുന്നുമുണ്ട്. റോഷി ചോദിക്കുന്ന കാര്യങ്ങൾക്കുമെല്ലാം അയാൾ വളരെ വ്യക്തമായി മറുപടി പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചതിലെ ഉദ്ദേശം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? അതായത് ഈ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ, അതുകൂടി ഇത് പറയട്ടെ, ഒരുപാട് ക്യാമറകൾ ഇപ്പോൾ കിട്ടാനുണ്ട്. തൊപ്പിയിൽ വെക്കുന്ന ക്യാമറ, കണ്ണടയിൽ വെക്കുന്ന ക്യാമറ, പെന്നിൽ വെക്കുന്നത്, പോക്കറ്റിൽ വെക്കുന്നത്, ബട്ടൺസിൽ വെക്കുന്നത്, അങ്ങനെ ഒരുപാട് ക്യാമറകളൊക്കെ കിട്ടാനുള്ള സമയത്ത് മൂന്നാമതൊരാളെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ച് ഇത് ഒരു സ്ട്രിംഗ് ഓപ്പറേഷൻ ആണെന്ന് വരുത്തി തീർത്താൽ ആർക്കും മനസ്സിലാവില്ല എന്ന് റിപ്പോർട്ടർ ചാനലിന്റെ അധികാരികളൊക്കെ കരുതിയെങ്കിൽ അത് വളരെ തെറ്റായി. ഇതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. ഈ റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുമ്പേ ദിലീപ് എന്ന 8ാം പ്രതി ഹൈക്കോടതിയിൽ ഒരു CBI അന്വേഷണത്തിന് ഒരു ഹർജി കൊടുത്തിരുന്നു. അതിനു മുമ്പ് ഇത് ജില്ലാ കോടതിയിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് തള്ളിയ ഹർജിയാണ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഇത് 1ാം പ്രതി ദിലീപിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് അയാൾ വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു. അത് സത്യം തന്നെ. അത് പോലീസിനോടും സമ്മതിച്ചിട്ടുണ്ട്, പോലീസിന് തെളിവുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്, കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഇത് വീണ്ടും ആവർത്തിച്ചാൽ, ഇതിനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ, ഈ 10ാം തീയതി തീരുന്ന വിചാരണ ഈ മാസം അവസാനത്തോടെ ഇതിന്റെ വിധി വരാനിരിക്കുമ്പോൾ അതിനെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ആ വിധി മാറ്റിവെക്കത്തക്ക രീതിയിൽ വീണ്ടും വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ഒരു അന്വേഷണത്തിന് മുതിർന്നാൽ, ഒരു CBI അന്വേഷണം നടത്തിയാൽ വീണ്ടും വർഷങ്ങളോളം ഈ കേസുകൾ നീളും. അതിനുവേണ്ടിയല്ലേ ഇങ്ങനെ ഒരു നാടകം എന്ന് വളരെ വ്യക്തമായി അറിവുള്ളവർക്ക് മനസ്സിലാകും. ഈ കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് അത് മനസ്സിലാകും. ഈ കേസിനൊപ്പം നിൽക്കുന്ന അതിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറിനോ ആ വക്കീലന്മാർക്കോ ഒക്കെ ചിലപ്പോൾ ഇത് കേട്ടാൽ അത് മനസ്സിലാകും. വിവരമുള്ള ഏതൊരു മനുഷ്യനും ഇത് കേട്ടാൽ ആദ്യം തോന്നുന്നത് അത് തന്നെയാണ്. എന്താണെങ്കിലും ഈ പൾസർ സുനി പണം മേടിച്ചുകൊണ്ട് ചെയ്തതാണെന്നും അത് വളരെ വ്യക്തമായി പോലീസ് അത് തെളിയിച്ചിട്ടുണ്ടെന്നും, ഇതെല്ലാം കോടതിയിലിരിക്കെ വീണ്ടും ഒരു വെളിപ്പെടുത്തൽ. ഇനി അതുമല്ല, ഈ റോഷിപാലിനെ കാണുന്നതിന് തൊട്ട് മുമ്പ് സന്ധ്യ രാജേന്ദ്രൻ എന്നൊരു മാധ്യമ പ്രവർത്തകയുണ്ട്.
ഡൽഹിയിലാണ്. ഈ സന്ധ്യയും ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ടിരുന്നു. അവർക്കും ഇതേപോലെ ഇന്റർവ്യൂ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ, ഇത് ആരിലൂടെയെങ്കിലും കോടതിയിൽ എന്തായാലും പറഞ്ഞുപോയി. താൻ തെറ്റുകാരനാണെന്നും കുറ്റം ചെയ്തിട്ടുണ്ടെന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നും അതിനുള്ള തെളിവുകൾ സഹിതം പോലീസുകാർ പറഞ്ഞപ്പോ അത് നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പോ പ്രതിഭാഗം വക്കീലിന്റെ കൂർമ്മ ബുദ്ധിയിൽ ഉദിച്ച ഈ ചവിട്ട് നാടകത്തിന് എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? സ്ട്രിംഗ് ഓപ്പറേഷനോ, അതോ മുതലക്കണ്ണീരോ, അതോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും ഇന്റർവ്യൂ നടത്തിയതോ? അങ്ങനെ എന്തെങ്കിലും ആകാനാണ് ഇതിന് 100% സാധ്യത. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും കോടതിയിൽ ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അങ്ങനെയാണ്. ഈ പൾസർ സുനി തന്നെ വളരെ വ്യക്തമായി കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഏതാണ്ട് 109 ദിവസത്തോളമാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വിചാരണ ചെയ്തു. ബൈജു പൗലോസ് ഇഴകീറി ഓരോ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എത്ര കുതന്ത്രങ്ങൾ നടത്തിയാലും, ഏതാണ്ട് 8ാം പ്രതി ദിലീപ് തന്നെ 68ഓളം ഹർജികളാണ് സുപ്രീം കോടതിയിൽ കൊടുത്തത്. ഹൈക്കോടതിയിലും അതുപോലെ തന്നെ നിരവധി ഹർജികൾ. ഇതൊക്കെ കൊടുത്തത് ആരാണ്? അപ്പോൾ ഈ വിചാരണ ഇത്രയും കാലം വൈകിച്ചത് വാദിയായിരുന്ന ഇരയായിരുന്ന പെൺകുട്ടിയാണ്? അല്ലല്ലോ. പ്രതിഭാഗത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇത് നീട്ടി കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ 68ഓളം ഹർജികൾ കൊടുത്തിട്ട് അവസാനം വിധി വരാനിരിക്കുന്നതിന്റെ തലയാഴ്ച കൊണ്ടുപോയി CBI അന്വേഷണത്തിന് കൊടുക്കണമെങ്കിൽ ഹൈക്കോടതി ചോദിച്ചതുപോലെ പ്രതിക്ക് എന്ത് കാര്യം? CBI അന്വേഷിക്കണമെങ്കിൽ പ്രതിക്ക് എന്താണ് കാര്യം എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അത് തന്നെയാണ് മലയാളക്കരയിലെ ബോധവും വിവരവുമുള്ള ആളുകൾക്കുമൊക്കെ ഈ പ്രതിഭാഗത്തിനോട് ചോദിക്കാനുള്ളത്. CBI അന്വേഷണം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് എന്താണ് കാര്യം? അതുമാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ, മൊഴികൾ, സാക്ഷികൾ, കൂറുമാറിയ സാക്ഷി പോലും തിരിച്ചു വന്ന സംഭവം, ഇതൊക്കെ ഈ കേസിൽ നടന്നതാണ്. ഇതിൽ വിശദാംശങ്ങളിലേക്ക് വീണ്ടും വരും.